വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 1 ദിനവൃത്താന്തം 9-ാം അധ്യായം. അങ്ങനെ ഇസ്രായേൽക്കാർ മുഴുവനും പേര് ചേർക്കപ്പെട്ടു. ഇതാ, അവ ഇസ്രായേൽ രാജാക്കന്മാരുടെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ അവിശ്വസ്തത മൂലം ബാബിലോണിൽ യൂദാ പ്രവാസിയാക്കപ്പെട്ടു. തങ്ങളുടെ പട്ടണങ്ങളിലെ അവകാശ വസ്തുവിൽ ആദ്യമേ താമസമാക്കിയ ഇസ്രായേൽക്കാർ പുരോഹിതന്മാരും ലേവായരും ദത്തശുശ്രൂഷകരുമായിരുന്നു. യഹൂദ്യരിൽ നിന്നും ബെഞ്ചമിനരിൽ നിന്നും എഫ്രായിം മനാസ്യരിൽ നിന്നും കുറെ പേർ ജെറുസലേമിൽ പാർത്തു. യൂദായുടെ പുത്രനായ പേരസിന്റെ പുത്രനായ ബാനിയുടെ പുത്രനായ ഇമ്രിയുടെ പുത്രനായ ഓമ്രിയുടെ പുത്രനായ അമിഹൂദിന്റെ പുത്രനായ ഉത്തായ്, ഷില്യോന്യരിൽ നിന്നുള്ള ആദ്യജാതനായ അസായായും അവന്റെ പുത്രന്മാരും, സേരാര്യരിൽ നിന്നുള്ള യവുവേലും അവരുടെ സഹോദരന്മാരായ 690 പേരും, ബെഞ്ചമിനരിൽ നിന്ന് മെഷുല്ലാമിന്റെ പുത്രൻ സല്ലു. മെഷുല്ലാം ഹുദാവിയായുടെ പുത്രനായ ഹസേനുവായുടെ പുത്രനായിരുന്നു. യറോഹാമിന്റെ പുത്രൻ ഇബ്നയ, മിക്രിയുടെ പുത്രനായ ഉസിയുടെ പുത്രൻ ഏല, ഇബ്നിയായുടെ പുത്രനായ റൗവേലിന്റെ പുത്രൻ ശവാത്തിയായുടെ പുത്രൻ മെഷുല്ലാം. അവരുടെ സഹോദരന്മാർ തങ്ങളുടെ വംശാവലി അനുസരിച്ച് 956 പേരായിരുന്നു. ഈ ആളുകളെല്ലാം തങ്ങളുടെ പിതൃകുടുംബങ്ങൾക്കുള്ള പിതൃതലവന്മാരായിരുന്നു. പുരോഹിതന്മാരിൽ നിന്ന് യദയ, യഹോയറിബ്, യാഖീൻ, ഹിൽക്കിയായുടെ പുത്രനായ അസറിയ എന്നിവർ. ദേവാലയാധികാരിയായിരുന്ന ഹൈത്തോബിന്റെ പുത്രനായ മെറോയോത്തിന്റെ പ്രപൗത്രനും സദോക്കിന്റെ പൗത്രനും മിഷുല്ലാമിന്റെ പുത്രനുമായിരുന്നു ഹിൽക്കിയ. മൽക്കിയായുടെ പുത്രനായ പാഷൂറിന്റെ പുത്രൻ യാറോഹമിന്റെ പുത്രൻ അദായായും ഇമ്മറിന്റെ പുത്രനായ മെഷില്ലേമിത്തിന്റെ പുത്രനായ മെഷുല്ലാമിന്റെ പുത്രനായ യഹ്സെറായുടെ പുത്രനായ അബിയേലിന്റെ പുത്രൻ മസായായും. പിതൃകുടുംബ തലവന്മാരായ അവരുടെ സഹോദരന്മാർ 1760 പേർ. അവർ ദേവാലയ ശുശ്രൂഷ വൃത്തിയിൽ പ്രഗത്ഭഗണമായിരുന്നു. ലേവായരിൽ നിന്ന് മെറാറിയുടെ പുത്രന്മാരിൽ ഹഷാബിയായുടെ പുത്രനായ അസ്രിക്കാമിന്റെ പുത്രനായ ഹഷൂബിന്റെ പുത്രൻ ഷെമായ, ബക്ബാക്കർ, ഹെറേഷ്, ഗാൽ, ആസാഫിന്റെ പുത്രനായ സിക്രിയുടെ പുത്രനായ മിഖായുടെ പുത്രൻ മത്താനിയ, യദുനൂനിന്റെ പുത്രനായ ഗലാലിന്റെ പുത്രനായ ഷെമയായുടെ പുത്രൻ ഒബാദിയ, നെത്തോഫാത്യരുടെ ഗ്രാമങ്ങളിൽ പാർത്തിരുന്ന എൽക്കാനയുടെ പുത്രനായ ആസായുടെ പുത്രൻ ബറഖിയ. വാതിൽ കാവൽക്കാർ ഷല്ലൂം, അക്കൂബ്, തൽമോൻ, അഹിമാൻ എന്നിവരും അവരുടെ സഹോദരന്മാരും. ഷല്ലൂമായിരുന്നു നേതാവ്. ഇതുവരെ അവർ കിഴക്ക് രാജാവിന്റെ പടിവാതിൽക്കൽ ലേവ്യ പാളയങ്ങളുടെ വാതിൽ കാവൽക്കാരായിരുന്നു. കോറഹിന്റെ പുത്രനായ എബിയാസാഫിന്റെ പുത്രൻ കോറയുടെ പുത്രനായ ഷെല്ലൂമും അവന്റെ പിതൃഭവനത്തിലെ സഹോദരന്മാരും കൊറാഹ്യരും ശുശ്രൂഷ ജോലിയിൽ കൂടാരപ്പടികളുടെ കാവൽക്കാരായിരുന്നു. അവരുടെ പിതാക്കന്മാർ കർത്താവിന്റെ പാളയത്തിന്റെ പ്രവേശന സൂക്ഷിപ്പുകാരും. മുൻപ് എലയാസറിന്റെ പുത്രൻ ഫിനഹാസ് അവരുടെ മേൽ ഭരണാധികാരിയായിരുന്നു. കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. മെഷല്ലേമിയായുടെ പുത്രനായ സഖറിയ സാക്ഷ്യ കൂടാരവാതിലിന്റെ സൂക്ഷിപ്പുകാരനായിരുന്നു. വാതിൽ പടികളുടെ കാവൽക്കാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ആകെ 212 പേർ. അവരുടെ ഗ്രാമങ്ങളിൽ അവരുടെ പേര് ചേർക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ വിശ്വസ്തത മൂലമാണ് ദാവീദും ദീർഘദർശിയായ സാമുവലും അവരെ നിയോഗിച്ചത്. അങ്ങനെ അവരും അവരുടെ പുത്രന്മാരും കർത്താവിന്റെ ആലയത്തിന്റെ, അതായത് കൂടാരഭവനത്തിന്റെ സൂക്ഷിപ്പുകാരായി. വാതിൽ കാവൽക്കാർ 4 വശത്തും കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് ഉണ്ടായിരുന്നു. ഗ്രാമങ്ങളിലെ അവരുടെ സഹോദരങ്ങൾ ഓരോ 7-ാം ദിവസവും സമയാസമയങ്ങളിൽ അവരോടൊപ്പം വരേണ്ടിയിരുന്നു.
വാതിൽ കാവൽക്കാരുടെ നേതാക്കളായിരുന്ന 4 ലേവായർ വിശ്വസ്തരായതിനാൽ ദൈവഭവനത്തിന്റെ അറകളുടെയും ഭണ്ഡാരങ്ങളുടെയും മേൽനോട്ടം അവർക്കായിരുന്നു. സംരക്ഷണ ചുമതലയും പ്രഭാതം തോറുമുള്ള വാതിൽ തുറക്കലും അവർക്കായിരുന്നതുകൊണ്ട് അവർ ദൈവത്തിന്റെ ആലയത്തിനു ചുറ്റും വസിച്ചു. അവരിൽ ചിലർക്ക് ശുശ്രൂഷാ പാത്രങ്ങളുടെ മേൽനോട്ടവും ഉണ്ടായിരുന്നു. കാരണം അവ എണ്ണിയാണ് കൊണ്ടുവന്നിരുന്നതും കൊണ്ടുപോയിരുന്നതും. അവരിൽ ചിലർക്ക് ഉപകരണങ്ങളുടെയും വിശുദ്ധ സ്ഥലത്തെ എല്ലാ പാത്രങ്ങളുടെയും നേരിയ മാവ്, വീഞ്ഞ്, എണ്ണ, കുന്തിരുക്കം, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെയും മേൽനോട്ടം നൽകപ്പെട്ടിരുന്നു. പുരോഹിത പുത്രന്മാരിൽ ചിലർ സുഗന്ധദ്രവ്യക്കൂട്ട് തയ്യാറാക്കിയിരുന്നു. അപ്പം ചുട്ടുണ്ടാക്കുന്നതിന്റെ ചുമതല കൊറഹുകാരനായ ശല്ലൂമിന്റെ ആദ്യജാതനും ലേവായനുമായ മത്തിത്തിയായ്ക്കായിരുന്നു. സാബത്ത് തോറും തിരുസാന്നിധ്യത്തിന്റെ അപ്പം ഒരുക്കാനുള്ള ദൗത്യം അവരുടെ സഹോദരങ്ങളായ കോഹാത്യരിൽ ചിലരുടേതായിരുന്നു. ലേവായരുടെ പിതൃതലവന്മാരായ ഗാനശുശ്രൂഷകർ രാവും പകലും തങ്ങളുടേതായ ജോലിയിലായിരുന്നതിനാൽ മറ്റു ചുമതലകളിൽ നിന്ന് ഒഴിവായി മുറികളിൽ ഉണ്ടായിരുന്നു. ഇവർ തങ്ങളുടെ വംശാവലി പ്രകാരം ലേവായ പിതൃതലവന്മാരായിരുന്നു. ഇവർ ജെറുസലേമിൽ പാർത്തുവന്നു. ഗിബെയോന്റെ പിതാവായ ജയിയേൽ ഗിബെയോനിൽ പാർത്തു. അവന്റെ ഭാര്യയുടെ പേര് മാഹ എന്നായിരുന്നു. അവന്റെ ആദ്യജാതനായ പുത്രൻ അബ്ദോൻ ആയിരുന്നു. പിന്നെ സൂർ, കിഷ്, ബാൽ, നേർ, നാദാബ്, ഗദോർ, അഹിയോ, സഹറിയ, മിക്ലോത്ത് എന്നിവരുമുണ്ടായിരുന്നു. മിക്ലോത്ത് ഷിമയാമിനെ ജനിപ്പിച്ചു. അവരും ജെറുസലേമിൽ തങ്ങളുടെ ചാർച്ചക്കാരുടെ മുൻപാകെ സഹോദരങ്ങളോടൊത്ത് വസിച്ചു. നേർ കിഷിനെ ജനിപ്പിച്ചു. കിഷ് സാവൂളിനെ ജനിപ്പിച്ചു. സാവൂൾ ജോനാഥൻ, മൽക്കിഷ്വ, അബിനാദാബ്, എഷ്ബാൽ എന്നിവരെ ജനിപ്പിച്ചു. ജോനാഥന്റെ പുത്രനായിരുന്നു മെരീബാൽ. മെരീബാൽ മിഹായെ ജനിപ്പിച്ചു. മിഹായുടെ പുത്രന്മാർ പിത്തോൻ, മേലെക്, തഹ്രയ. ആഹസ് യാറയെ ജനിപ്പിച്ചു. അലേമെത്ത്, അസ്മാവെത്ത്, സിമ്രി എന്നിവരെ യാറ ജനിപ്പിച്ചു. സിമ്രി മോസയെ ജനിപ്പിച്ചു. മോസ ബിനയെ ജനിപ്പിച്ചു. അവന്റെ പുത്രൻ റെഫായയും പൗത്രൻ എലയാസായും പ്രപൗത്രൻ ആസേലും ആയിരുന്നു. ആസേലിന് 6 പുത്രന്മാരുണ്ടായിരുന്നു. അവരുടെ പേരുകൾ ഇവയാണ്: അസ്രിക്കാം, ബൊക്കേരു, ഇസ്മായേൽ, ഷെയാറിയ, ഒബാദിയ, ഹാനാൻ. ഇവരായിരുന്നു അസേലിന്റെ പുത്രന്മാർ. 1 ദിനവൃത്താന്തം 10-ാം അധ്യായം. ഫിലിസ്ത്യക്കാർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഫിലിസ്ത്യക്കാരുടെ മുൻപിൽ പിന്തിരിഞ്ഞോടിയ ഇസ്രായേൽക്കാർ ഗിൽബോവ മലയിൽ നിഹതന്മാരാൽ നിബദിച്ചു. ഫിലിസ്ത്യക്കാർ സാവൂളിനെയും പുത്രന്മാരെയും വിടാതെ പിന്തുടർന്നു. സാവൂളിന്റെ മക്കളായ ജോനാഥൻ, അബിനാദാബ്, മൽക്കിഷുവ എന്നിവരെ ഫിലിസ്ത്യക്കാർ വധിച്ചു. സാവൂളിനെതിരെ യുദ്ധം രൂക്ഷമായി. വില്ലാളികൾ അമ്പുകൊണ്ട് അവനെ നേരിട്ടു. അമ്പുകളാൽ അവൻ ഞെരുപിരി കൊണ്ടു. സാവൂൾ തന്റെ ആയുധവാഹകനോട് പറഞ്ഞു, ഈ അപരിച്ഛേദിതർ എന്നെ അപമാനിക്കാതിരിക്കാൻ നിന്റെ വാളൂരി അതുകൊണ്ട് എന്നെ വധിക്കുക. ഏറെ ഭയപ്പെട്ടതിനാൽ ആയുധവാഹകൻ അത് ചെയ്യാൻ മുതിർന്നില്ല. സാവൂൾ വാളെടുത്ത് അതിന്മേൽ വീണു. സാവൂൾ മരിച്ചെന്ന് കണ്ട് അവന്റെ ആയുധവാഹകനും വാളിന്മേൽ വീണ് മരിച്ചു. അങ്ങനെ സാവൂളും അവന്റെ 3 മക്കളും കുടുംബം മുഴുവനും ഒന്നിച്ചു മരിച്ചു. പലായനം ചെയ്ത് താഴ്വരയിലായിരുന്ന ഇസ്രായേൽക്കാരെല്ലാം സാവൂളും പുത്രന്മാരും മരിച്ചെന്ന് കണ്ടപ്പോൾ തങ്ങളുടെ നഗരങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. ഫിലിസ്ത്യക്കാർ വന്ന് അവയിൽ വാസമുറപ്പിച്ചു. കൊല്ലപ്പെട്ടവരെ കൊള്ളയടിക്കാൻ അടുത്ത ദിവസം ഫിലിസ്ത്യക്കാർ വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബോവ മലയിൽ വീണുകിടക്കുന്നതായി കണ്ടെത്തി. അവർ അവന്റെ വസ്ത്രം ഉരിഞ്ഞു. അവന്റെ തലയും ആയുധങ്ങളും അവർ എടുത്തുകൊണ്ടുപോയി. തങ്ങളുടെ വിഗ്രഹങ്ങളെയും ജനത്തെയും സദ്വാർത്ത അറിയിക്കാൻ ചുറ്റുപാടുമുള്ള ഫിലിസ്ത്യ ദേശത്ത് അവർ സന്ദേശം അറിയിച്ചു. അവന്റെ ആയുധങ്ങൾ അവർ തങ്ങളുടെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. അവന്റെ ശിരസ് ദാഗോന്റെ ക്ഷേത്രത്തിൽ തൂക്കിയിട്ടു. ഫിലിസ്ത്യക്കാർ സാവൂളിനോട് പ്രവർത്തിച്ചതെല്ലാം യാബേഷ് ഗിലെയാദ് മുഴുവനും കേട്ടു. സൈനികരെല്ലാം ചെന്ന് സാവൂളിന്റെ മൃതദേഹവും മക്കളുടെ മൃതദേഹങ്ങളും എടുത്ത് അവ യാബേഷിലേക്ക് കൊണ്ടുവന്നു.
അവരുടെ ശരീരങ്ങൾ അവർ യാബേഷിലെ ഓക്കുമരത്തിന്റെ ചുവട്ടിൽ സംസ്കരിച്ചു. അവർ 7 ദിവസം ഉപവസിച്ചു. കർത്താവിന്റെ വചനം പാലിക്കാതെ അത് ലംഘിച്ച് സാവൂളിന്റെ അവിശ്വസ്തതയാണ് അവന്റെ മരണത്തിന് കാരണം. കൂടാതെ അവൻ പരേതാത്മാക്കളുടെ ഉപദേശം തേടി. അവൻ കർത്താവിന്റെ ഹിതം അന്വേഷിച്ചില്ല. അവിടുന്ന് അവനെ വധിച്ചു. രാജ്യം ജസ്സയുടെ മകൻ ദാവീദിനെ അവിടുന്ന് ഭരമേൽപ്പിച്ചു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം. തീരദേശങ്ങളെ എന്നരികിൽ നിശബ്ദരാകുവിൻ. ജനപദങ്ങൾ ശക്തി വീണ്ടെടുക്കട്ടെ. അവർ അടുത്തുവന്ന് സംസാരിക്കട്ടെ. നമുക്ക് ന്യായവിധിക്കായി ഒരുമിച്ചു ചേരാം. കിഴക്കുനിന്ന് ഒരു നീതിമാനെ ഉണർത്തിയവനും തന്റെ പാദത്തിലേക്ക് അവനെ വിളിക്കുന്നവനും ആര്? അവിടുന്ന് ജനതകളെ അവനു മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കും. രാജാക്കന്മാരെ അവൻ ഭരിക്കും. അവരുടെ വാൾ അവൻ പൊടി പോലെയാക്കും. അവരുടെ വില്ല് പറക്കുന്ന പതിരുപോലെയും. അവൻ അവരെ അനുധാവനം ചെയ്ത് സുരക്ഷിതനായി കടന്നുപോകും, തന്റെ കാലുകൾക്ക് ശീലമായിരുന്ന വഴിയെയല്ലാതെ. ഇത് പ്രവർത്തിക്കുകയും നടപ്പാക്കുകയും ചെയ്തതാര്? ആരംഭം മുതൽ തലമുറകളെ വിളിച്ചവൻ. ഞാനാണ് ആദിയിലുള്ള കർത്താവ്, അവസാനത്തവനോട് കൂടിയുള്ളവനും ഞാൻ തന്നെ. തീരദേശങ്ങൾ കണ്ട് ഭയപ്പെട്ടു, ഭൂമിയുടെ അതിർത്തികൾ വിറകൊണ്ടു. അവർ ഒന്നു ചേർന്ന് വന്നെത്തി. ഓരോരുത്തരും അയൽക്കാരനെ സഹായിക്കുന്നു. ശക്തനായിരിക്കുക എന്ന് സഹജനോട് പറയുന്നു. ശില്പി ലോഹപ്പണിക്കാരനെ പ്രചോദിപ്പിച്ചു. വിളക്കിയത് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് കൊല്ലൻ കൂടത്തിലടിക്കുന്നവനെയും. അവൻ അത് ആണികൾ കൊണ്ട് ഉറപ്പിച്ചു, അത് ഇളകുകയില്ല. എന്നാൽ നീയോ, എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞ യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹത്തിന്റെ സന്തതി, ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. അതിൻ്റെ കോണുകളിൽ നിന്ന് നിന്നെ ഞാൻ വിളിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞു, നീ എൻ്റെ ദാസനാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്നെ ഞാൻ പരിത്യജിക്കുകയില്ല. ഭയപ്പെടേണ്ട, കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, കാരണം ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തി കഴിഞ്ഞു, നിന്നെ സഹായിക്കുകയും ചെയ്തിരിക്കുന്നു. അതെ, എൻ്റെ നീതിയുടെ വലം കൈകൊണ്ട് ഞാൻ നിന്നെ മുറുകെ പിടിച്ചിരിക്കുന്നു. ഇതാ, നിനക്കെതിരെ ക്രോധം പൂണ്ടവർ ലജ്ജിക്കുകയും അപമാനിതരാകുകയും ചെയ്യും. നിന്നോട് വഴക്കിടുന്ന മനുഷ്യർ ഒന്നുമല്ലാതായി തീർന്ന് നശിക്കും. നിന്നോട് ശണ്ട കൂടുന്ന മനുഷ്യരെ നീ അന്വേഷിക്കും, എന്നാൽ അവരെ കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്ന മനുഷ്യർ ഇല്ലായ്മ പോലെയും ശൂന്യത പോലെയുമാകും. എന്തെന്നാൽ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നവനും ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിച്ചിരിക്കുന്നു എന്ന് നിന്നോട് പറയുന്നവനുമായ ഞാൻ നിന്റെ ദൈവമായ കർത്താവാണ്. കൃമിയായ യാക്കോബേ, ഭയപ്പെടേണ്ട. ഇസ്രായേൽ ഗണമേ, ഞാൻ നിന്നെ സഹായിച്ചിരിക്കുന്നു. കർത്താവിന്റെ അരുളപ്പാട്. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ. ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുകളുള്ളതുമായ ഒരു മെതിവണ്ടിയാക്കിയിരിക്കുന്നു. നീ മലകളെ മെതിച്ചു പൊടിയാക്കും, കുന്നുകളെ പതിരുപോലെയാക്കും. നീ അവയെ പാറ്റുകയും കാറ്റ് അവയെ പറപ്പിക്കുകയും കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും. നീയാകട്ടെ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും. അഗതികളും ദരിദ്രരും ജലം അന്വേഷിച്ച് അതല്പവും കണ്ടെത്താതെ ദാഹത്താൽ അവരുടെ നാവുകൾ വരളുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ല. പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യേ ഉറവകളും ഞാൻ തുറന്നുവിടും. ഞാൻ മരുഭൂമിയെ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവകളുമാക്കും. മരുഭൂമിയിൽ ദേവദാരു, കരുവേലകം, കൊളുന്ത്, ഒലിവുമരം എന്നിവ ഞാൻ നടും. മണലാരണ്യത്തിൽ സരളവൃക്ഷവും പൈൻ മരവും പുന്നയും ഒന്നിച്ചു പിടിപ്പിക്കും. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് ഇത് സൃഷ്ടിച്ചതെന്നും അവിടുത്തെ കരമാണ് ഇവ ചെയ്തതെന്നും അവർ കാണാനും അറിയാനും ബോധ്യപ്പെടാനും വിവേകികളാകാനും തന്നെ. നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുവിൻ, കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളുടെ ന്യായവാദങ്ങൾ ഉന്നയിക്കുവിൻ. യാക്കോബിന്റെ രാജാവ് പറയുന്നു, അവർ കാര്യം ഉന്നയിക്കട്ടെ, സംഭവിക്കാനിരിക്കുന്നവ നമ്മോട് വിവരിക്കട്ടെ. അന്ത്യകാര്യങ്ങൾ ഞങ്ങൾ മനസ്സിരുത്തി അറിയാനായി കഴിഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ വിവരിക്കുവിൻ, അല്ലെങ്കിൽ വരാനിരിക്കുന്നവ ഞങ്ങളെ അറിയിക്കുക.
നിങ്ങൾ ദേവന്മാരാണ് എന്ന് ഞങ്ങൾ അറിയേണ്ടതിന് പിന്നീട് സംഭവിക്കാനിരിക്കുന്നതെന്തെന്ന് ഞങ്ങളോട് പറയുവിൻ. ഞങ്ങൾ വിസ്മയിക്കുകയും കാണുകയും ചെയ്യേണ്ടതിന് നന്മയോ തിന്മയോ പ്രവർത്തിക്കുവിൻ. ഇതാ, നിങ്ങൾ ഒന്നുമല്ല, നിങ്ങളുടെ പ്രവൃത്തി ശൂന്യമാണ്. നിങ്ങളെ തിരഞ്ഞെടുക്കുന്നവൻ മ്ലേച്ഛനാണ്. ഞാൻ വടക്കുനിന്ന് ഒരുവനെ ഉണർത്തി, സൂര്യോദയ ദിക്കിൽ നിന്ന് അവൻ വന്നു. അവൻ എൻ്റെ നാമം വിളിക്കും. കുശവൻ കളിമണ്ണിനെ എന്ന പോലെ, ഭരണാധിപന്മാരെ കുമ്മായം പോലെ ചവിട്ടി മെതിക്കാൻ അവൻ വന്നു കഴിഞ്ഞു. നമ്മൾ മുൻകൂട്ടി അറിയേണ്ടതിനും നീതിമാനെന്ന് പറയേണ്ടതിനുമായി ആരംഭത്തിൽ തന്നെ ഇത് പറഞ്ഞതാര്? പ്രസ്താവിച്ചവനില്ല, കേൾപ്പിച്ചവനില്ല, നിങ്ങളുടെ വാക്കുകൾ കേട്ടവനുമില്ല. ആദ്യം സിയോനോട് ഞാൻ പ്രഖ്യാപിച്ചു, ഇതാ അവ, ജെറുസലേമിന് ഞാനൊരു സദ്വാർത്ത ദൂതനെ നൽകും. ഞാൻ നോക്കിയാൽ ഒരുവനും ഉണ്ടാകില്ല, ഞാൻ ചോദിച്ചാൽ അവരിൽ നിന്ന് ഒരു ഉപദേശകനും ഉത്തരം നൽകില്ല. ഇതാ, അവരെല്ലാം മിഥ്യയാണ്, അവരുടെ പ്രവൃത്തികൾ ഒന്നുമല്ല, അവരുടെ വാർപ്പ് വിഗ്രഹങ്ങൾ കാറ്റും ശൂന്യതയുമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 31 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. അത് സാബത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കണ്ടതിനാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും ജലവും പുറത്തു വന്നു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവന്റെ അസ്ഥി തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തിത്തുളച്ചവനെ അവർ നോക്കും. യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിന്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്യാക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്നു കണ്ട നിക്കോദേമോസും അവിടെ എത്തി. മീറയും അകിലും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിരുന്നു. അവൻ യേശുവിന്റെ ശരീരമെടുത്ത് യഹൂദരുടെ മൃതസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടവും ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ.